പ്രസാദ് ചില പുതിയ വിവരങ്ങൾ കൂടി അറിയിക്കുന്നുണ്ട്. പാറശാലയിൽ നിന്ന് കയറിയ ഒരു സ്ത്രീയാണ് ഈ ഫോട്ടോ എടുത്തത്. പെൺകുട്ടി തുടർച്ചയായി കരയുന്നുണ്ടായിരുന്നു. യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ പോലീസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. തുടർച്ചയായി വാർത്തയായി വലിയ സംഭവമായപ്പോഴാണ് രാത്രി വൈകി അതവർ പോലീസിന് ഫോട്ടോ അയച്ചു കൊടുത്തത്. ഫോട്ടോ അയച്ചത് വണ്ടി തമിഴ്നാട്ടിലേക്ക് കയറിയതിനു ശേഷമാണ് എന്നുകൂടി പറയുന്നു. ഇനിയിപ്പോൾ ആ കുട്ടി കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടാകുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നത്. കന്യാകുമാരി പോലീസിന്റെ ശ്രദ്ധയിൽ ഇതുവരെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടാകും. പ്രസാദ് ലൈനിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രസാദ്, ഇനിയിപ്പോൾ എന്തൊക്കെ സാധ്യതകളാണ് പ്രധാനമായും ഉള്ളത്? കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണോ പോലീസ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ഇപ്പോൾ DCPയുടെ പ്രതികരണം ഒരു പക്ഷേ അല്പസമയത്തിനകം പോലീസ് അവരുടെ ഈ ഒരു ചിത്രം പുറത്തു വന്നതിന് ശേഷം പോലീസ് നിർണായകമായിട്ടുള്ള യോഗം ചേരുകയാണ്. അങ്ങനെ വിവരങ്ങൾ കൈമാറാനുള്ള ഇടത്തേക്കെല്ലാം കൈമാറുന്നു. പോലീസ് കന്യാകുമാരിയിലേക്ക് കേരള പോലീസ് സംഘം ഉടൻ തന്നെ തിരിക്കുമെന്നാണ്. ഒരു പക്ഷേ ഇതിനോടകം തിരിച്ചിട്ടുണ്ടാകുമോ എന്നതടക്കം നമുക്കറിയില്ല. ഏതായാലും തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറുന്നതിന് മുൻപാണ് യാത്രക്കാരിയായ സ്ത്രീ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തത്. കുട്ടി കന്യാകുമാരിയിലേക്ക് തന്നെയാകുമോ പോയിട്ടുണ്ടാവുക? അത് പാസഞ്ചർ ട്രെയിൻ കൂടിയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. വഴിക്ക് എവിടെയെങ്കിലും വെച്ച് പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ടാകുമോ എന്നുള്ളതും നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല. തമിഴ്നാട്ടിലെ കന്യാകുമാരി SP കീഴിലുള്ള എല്ലാ സ്റ്റേഷനുകളിലേക്കും ഇതിനോടകം അലേർട്ട് പോയി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. അതായത് ഇങ്ങനെയൊരു ചിത്രം കുടുംബം തൻ്റെ മകൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ച ആ നിമിഷം തന്നെ സകല പോലീസ് സ്റ്റേഷനുകളിലേക്കും ആ വിവരം പോയി കഴിഞ്ഞു. എല്ലായിടത്തും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടാകും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് നേരിട്ട് ആ വിവരം കൈമാറിയത്. ഇതിലിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, കന്യാകുമാരിക്ക് മുൻപ് 5 സ്റ്റോപ്പുകളാണ് ഈ ട്രെയിന് ഉള്ളത്. ഈ 5 സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും അവിടെ പരിശോധന നടക്കും. നേരത്തെ പാലക്കാട് നിന്ന് പോലീസ് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. ഏതൊക്കെ സ്റ്റോപ്പുകളിൽ ട്രെയിൻ നിർത്തുമോ അവിടെയൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ പെൺകുട്ടി കയറിയെന്ന് ഉറപ്പിച്ചിട്ടുള്ള ഈ ട്രെയിൻ നിർത്തിയിട്ടുള്ള 5 സ്റ്റോപ്പുകളിലും ഇതിനോടകം പരിശോധനയുണ്ടാകും. ഒരുപക്ഷെ പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് കന്യാകുമാരി എത്തുന്നതിന് മുൻപ് തന്നെ ആ പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയും പരിശോധന നടത്തും. അപ്പോൾ പഴുതടച്ചിട്ടുള്ള ഇനിയുള്ള ഓരോ നിമിഷവും വളരെ വളരെ നിർണായകമാണ്. കാരണം ഏകദേശം ഇന്നലെ 10 മണി മുതൽ കാണാതായതാണ് ആ പെൺകുട്ടിയെ. അവൾ ഇപ്പോൾ ട്രെയിനിൽ നിന്ന് തന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ അവൾ കരയുന്നുണ്ടായിരുന്നു എന്നുള്ള വിവരം ആ ഫോട്ടോ എടുത്ത സ്ത്രീ പോലീസിനോട് പങ്കുവച്ചിട്ടുണ്ട്. ഈ രാത്രി ഏകദേശം വൈകുന്നേരത്തോടു കൂടി തന്നെ ഒരുപക്ഷെ കന്യാകുമാരിയിലേക്ക് ആ ട്രെയിൻ എത്തിയിട്ടുണ്ടാകും. ഇനി കന്യാകുമാരിയിലേക്ക് തന്നെയാണ് ആ പെൺകുട്ടി പോയിട്ടുള്ളതെങ്കിൽ ഇതിനോടകം അവിടെ എത്തിയിട്ടുണ്ടാകും. അതല്ല വഴിക്ക് എവിടെ വെച്ചെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടേക്കാകും പോയിട്ടുണ്ടാകും? അതാണ് ഇനി പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും ഈ ഫോട്ടോ കിട്ടിയതോടുകൂടി അന്വേഷണം മുഴുവനായിട്ടും ആ രീതിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. കന്യാകുമാരിയിലേക്ക് കേരള പോലീസ് സംഘം ഉടൻ തിരിക്കും. അതുവഴിയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും, തമിഴ്നാട്ടിലെ കന്യാകുമാരി SP കീഴിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഈ വിവരം പോയി കഴിഞ്ഞു. അതായത് നേരത്തെ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അന്വേഷണം തമിഴ്നാട്ടിലേക്കും നീളുകയാണ്. കന്യാകുമാരി SP കീഴിലുള്ള എല്ലാ സ്റ്റേഷനിലേക്കും വിവരം പോയി കഴിഞ്ഞു. അശ്വിൻ, അതായത് പഴുതടച്ചുള്ള അന്വേഷണം ഇനിയുള്ള ഓരോ നിമിഷവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അല്ലേ? സായി, അങ്ങനെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ള ഓരോ നിമിഷവും അത്രമേൽ പ്രാധാന്യമുള്ളതാണ്, അത്ര പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ പെൺകുട്ടി കന്യാകുമാരിയിലുണ്ട് എന്ന് നമുക്ക് ഏതാണ്ട് 95% ഉറപ്പിക്കാം. പക്ഷേ അവിടെ എവിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാത്രിയായിരിക്കുന്നു, ഇപ്പോൾ അടുത്ത ദിവസമായിരിക്കുന്നു. പെൺകുട്ടിയെ കാണാതായി ഏതാണ്ട് 24 മണിക്കൂറിനോട് അടുക്കുന്നു. പെൺകുട്ടി കന്യാകുമാരിയിൽ എവിടെയാണ്? ഈ രാത്രി എങ്ങനെയാണ് ചെലവഴിച്ചത്? ആ പെൺകുട്ടി ഭക്ഷണം കഴിച്ചിരുന്നോ? ആരോഗ്യപരമായ പെൺകുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് പുലർച്ചയോടുകൂടി തന്നെ, രാവിലെയോടുകൂടി തന്നെ ഉത്തരം ലഭിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ വീട്ടുകാരും അതുപോലെ തന്നെ കഴക്കൂട്ടത്ത ഈ ഭാഗങ്ങളിലുള്ള നാട്ടുകാരും ഒക്കെ ഉള്ളത്. ഈ രാത്രി മുതൽ 10 മണി മുതൽ ഈ പെൺകുട്ടിയെ കാണാതാവുന്നു. തുടർന്ന് 4 മണിയോടുകൂടി പോലീസിന് വിവരം ലഭിക്കുന്നു. പോലീസിന് വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് സാധ്യമായ രീതിയിൽ എല്ലാം അന്വേഷണം ആരംഭിക്കുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു. ഒപ്പം തന്നെ വീടിന്
വീടിന് സമീപത്തും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ പരിശോധന നടത്തുന്നു, കിണറുകളിലടക്കം പരിശോധന നടത്തുന്നു. പക്ഷേ പിന്നീട് ഒന്നും കണ്ടെത്താനാകുന്നില്ല. CCTV ദൃശ്യങ്ങളിൽ പെൺകുട്ടി എവിടെയും പതിയുന്നില്ല. പിന്നീട് ഡോഗ് സ്ക്വാഡിനെ രാത്രിയോടുകൂടി എത്തിക്കുന്നു. ഡോഗ് സ്ക്വാഡ് മണം പിടിച്ച് പല സ്ഥലങ്ങളിൽ എത്തുന്നു. പക്ഷേ കാര്യമായി തന്നെ ഒന്നും മുന്നോട്ട് പോകുന്നില്ല. ഒടുവിൽ പെൺകുട്ടി നടന്നു നീങ്ങുന്ന, അതായത് മെയിൻ റോഡിൽ കഴക്കൂട്ടം മെയിൻ റോഡിൽ ഇറങ്ങി അവിടെ നിന്നും നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ പോലീസിന് CCTVയിലൂടെ ലഭിക്കുന്നു. അതാണ് പ്രധാനമായും ഒരു വലിയ ഒരു നിർണായക ഘട്ടത്തിലേക്ക് ഈ ഒരു അല്ലെങ്കിൽ ആദ്യ പടി എന്നുള്ള രീതിയിൽ പെൺകുട്ടിയിലേക്ക് എത്തിക്കുന്ന ആദ്യ പടിയായി ഈ കേസിൽ വഴിമാറുന്നത്. അവിടെ നിന്നും പോലീസ് തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അതായത് മുന്നോട്ടുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ആ ഒരു പാച്ചിൽ. ഒപ്പം തന്നെ പെൺകുട്ടിക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റേഷനുകളിലും തമ്പാനൂരിലടക്കം പരിശോധന, വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന. ഒടുവിൽ പെൺകുട്ടി 4 മണിക്ക് കഴക്കൂട്ടത്ത് നിന്നുമുള്ള ട്രെയിനിൽ കയറി അസമിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത. അതിൽ ഈ 4 മണിക്കുള്ള ട്രെയിനിൽ പെൺകുട്ടി ഉണ്ട് എന്നൊരു വാർത്ത വരുന്നു. അത് ആശ്വാസകരമായി മാറുന്നു. പെൺകുട്ടി അതിലുണ്ട് എന്ന് തന്നെ ഏകദേശം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ പിന്നീട് അത് ആ പെൺകുട്ടി അല്ല എന്ന് മനസ്സിലാകുന്നു. പക്ഷേ ആ സമയത്തും പോലീസ് പറഞ്ഞിരുന്നത് തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ തന്നെ പെൺകുട്ടി ഉണ്ടാകും എന്നുള്ളതായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. ഈ പെൺകുട്ടിക്ക് വേണ്ടി തിരുവനന്തപുരത്തിന്റെ മുക്കിലും മൂലയിലും മരിച്ചു പറക്കുന്ന പോലീസ് തന്നെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. നാനാ ഭാഗങ്ങളിലായി പോലീസ് ജീപ്പുകൾ എത്തുന്നു. പോലീസ് ജീപ്പിൽ നിന്നും വലിയ രീതിയിൽ പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങുന്നു. സാധ്യമായ എല്ലാ വഴികളിലും പരിശോധന, ഓരോ ഇടവഴികളിലും പരിശോധന, ഓരോ സ്ഥലങ്ങളിലും പരിശോധന. CCTV ദൃശ്യങ്ങൾ എവിടെ നിന്നൊക്കെ സാധ്യമായി ലഭിക്കുന്നുവോ അവിടെയൊക്കെ കയറി CCTV ദൃശ്യങ്ങൾ എടുക്കുന്നു. പെൺകുട്ടിക്ക് വേണ്ടി ഈ ഒരു സമാനതകളില്ലാത്ത രീതിയിലുള്ള തിരച്ചിലിലേക്ക് പോലീസ് കടക്കുന്നു.